ദുൽഖറിനെ പോലത്തെ ഒരു താരത്തെ മലയാളികൾക്ക് കൊണ്ടുവരുമ്പോൾ ആ രീതിയിലുള്ള ഒരു മാസ് എലമെന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കും. എനിക്കും അതേപോലെ ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെ ട്രൈ ഡിക്ക് ജോയിൻ ആയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് എല്ലാം ഇപ്പൊ കറന്റ് റിവീൽ ചെയ്തല്ലാണ്ട് കുറെ ആൾക്കാർ റിവീൽ ചെയ്തല്ലോ. അപ്പൊ അതല്ലാണ്ട് ഇനി എക്സ്ക്ലൂസീവ് ആയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ട്? നല്ല കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട്. ഷൂട്ട് പോകുന്നതനുസരിച്ച് അപ്ഡേറ്റുകൾ വരും. ഡിക്ക് ജോയിൻ ആയ കയ്യിലൊരു ബോൾ ഉണ്ടായിരുന്നു പോസ്റ്ററിൽ. അത് സ്പോർട്സ് പരിപാടികളുണ്ട്. സ്പോർട്സ് അത്രയെല്ലാം ഒരു ഡ്രാമ ജോണറല്ല. ഞാൻ കുറച്ച് മിക്സഡ് ജോണർ വരുന്ന പരിപാടിയാണ്. വരും അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം വരും. ഇപ്പം എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാനുള്ള അനുവാദമില്ല. അല്ല, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ കുറേ ആൾക്കാർ മിസ്കിൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ തമിഴിൽ നിന്ന് കുറേ ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ വൈഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചാണോ ഇങ്ങനെ രീതിയിൽ കാസ്റ്റ് ചെയ്തത്? കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കഥ ഡിമാൻഡ് ചെയ്ത് അങ്ങനത്തെ ഇപ്പോൾ RDXന് ശേഷം ഒരു നിഹാസ് ഹിദായത്തിന് ഒരു ഭയങ്കര പ്രഷറായിട്ട് തോന്നുന്നുണ്ടോ? ഹാപ്പിയാണ്. മലയാളത്തിലോട്ട് തിയേറ്റർ കത്തിക്കുക. ദുൽഖറിനെ പോലത്തെ ഒരു താരത്തെ മലയാളികൾക്ക് കൊണ്ടുവരുമ്പോ ആ രീതിയിലുള്ള ഒരു മാസ് എലമെന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കും. എനിക്കും അതേപോലെ ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെ ട്രൈ കരാട്ടെ. ഓക്കെ, അത് ഇപ്പൊ പെപ്പയ്ക്കും എന്താണ് രണ്ട് ഈക്വൽ റോളാണ്. ഡിക്കുവിനും പെപ്പയ്ക്കും ഈക്വൽ റോൾ ആയിട്ടാണ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഓക്കെ. ഇത് റിവീൽ ചെയ്യാത്ത ഒരുപാട് കാസ്റ്റിംഗ് നിലവിലുണ്ട്. ഇപ്പൊ SJ സൂര്യ എന്നുള്ള കാസ്റ്റിംഗ് ഉണ്ടാ? ട്രിവാൻഡ്രത്തായിരുന്നില്ല? ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് മൊത്തം കഴിഞ്ഞാ? എത്ര ഷെഡ്യൂളായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അടുത്തൊരു ഷെഡ്യൂൾ കൂടെ ഉള്ളൂ. ഓക്കെ.